ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഗാർഡനിലെ ഇന്നത്തെ താരം കാണാൻ നല്ല ഭംഗിയുള്ള അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത വെരിഗേറ്റഡ് ലിറൈപ്പിയാണ്. സ്പൈഡർ പ്ലാന്റിനോട് കൺഫ്യൂഷനായി പോകുന്ന ഒരു ചെടിയാണെങ്കിലും ഇതിൻ്റെ ഇലകൾ ഒന്നുകൂടെ നേർത്ത് നീണ്ടവയാണ്. പുല്ലുപോലെ വളരുന്ന ഈ ചെടിയുടെ പ്രധാന ആകർഷണം ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. പച്ച നിറത്തിലുള്ള ഇലകളുടെ അരികുകളിലായി കാണുന്ന വെള്ളയും ക്രീം കളറുമുള്ള വരകൾ ഗാർഡന് പ്രത്യേക ഭംഗി തന്നെ നൽകും. ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ചട്ടികളിൽ കൂട്ടമായി വളർത്താനോ ഇത് ബെസ്റ്റാണ്. അധികം വെയിലില്ലാത്ത സെമി ഷെയ്ഡിലും ഇത് നന്നായി വളരും. തുടക്കക്കാർക്ക് ധൈര്യമായി വളർത്താൻ പറ്റിയ ഒരിനമാണ്. പഴകിയ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്കിങ്ങനെ മുറിച്ചു കൊടുക്കാം. ഇനി ഈ ചെടി എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നട്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് ചെടിയുടെ താഴെ ഒത്തിരി പുതിയ ചെടികൾ പൊട്ടിമുളച്ച് വരും. അതിനെ കത്തി കൊണ്ടോ മറ്റോ അടർത്തിയെടുത്ത് പുതിയ പോട്ടിൽ നട്ടുപിടിപ്പിക്കുക. എൻ്റെ കയ്യിൽ ഓൾറെഡി മണ്ണ് നിറച്ചൊരു ചട്ടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്ത് 2-3 ചെടി വെച്ച് പിടിപ്പിക്കുകയാണ് ഇപ്രാവശ്യം ചെയ്തത്. ഞാൻ ഈ ചെടിയെ ബോർഡർ പ്ലാന്റ് ആയിട്ട് വച്ചിട്ടുണ്ട്. 2 പോട്ടുകളിലുണ്ട്. ഇനി 2 എക്സ്ട്രാ പോട്ടുകളിലൂടെ വയ്ക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാറ്റി നടുകയാണ്. എപ്പോഴും നമ്മൾ 1-2 ചെടികൾ വയ്ക്കുന്നതിനേക്കാളും ബൾക്കായിട്ട് കാണുമ്പം നല്ല ഭംഗിയാണ്. വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചെടിക്ക് വലിയ രീതിയിലുള്ള വളപ്രയോഗം ഒന്നും തന്നെ ആവശ്യമില്ല. വർഷത്തിൽ 1-2 തവണയൊക്കെ ഓർഗാനിക് വളങ്ങൾ, അതായത് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കും. ഡയറക്റ്റ് സൺലൈറ്റ് കുറച്ച് സമയം കിട്ടിയാലൊന്നും കുഴപ്പമില്ലാത്ത ചെടിയാണ്. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നന എല്ലാ ദിവസവും കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷം. ഹാപ്പി ഗാർഡനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.